ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പപ്പായ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മേക്ക് പുരട്ടിയാണ് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണല്ലോ പപ്പായ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മേക്ക് പുരട്ടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്താ മേക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പപ്പായ അതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ കണ്ടില്ല, ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മേക്ക് പുരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണേ. സവാളിന്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക കേട്ടോ. ഈ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഇപ്പം ഇവിടെ ഇതിലേക്ക് ഇനി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഒരു മുളക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണേ. നമ്മൾ സവാളൊക്കെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പം ഞാനിത് അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സവാളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊടികൾ ഇട്ടിട്ട് വഴറ്റിയെടുക്കുമ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം. പപ്പായ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണേ. നമ്മളെ മസാല പപ്പായൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്താ നമ്മളെ പപ്പായ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു 1/4 കപ്പ് ഓളം വെള്ളം ചേർത്ത് കൊടുക്കണ്ടേ. കുറേ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. ആദ്യം തീ 1 മിനിറ്റ് സമയം വരെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പപ്പായ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന വരെ, അതിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന വരെ വേണം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇപ്പം ഇതാ നമ്മളെ പപ്പായ ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മേക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മേക്ക് പുരട്ടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഇങ്ങനെ ഒരു മേക്ക് പുരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാത്രം മതിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിന്റെയും ആവശ്യമില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റ്. പപ്പായ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പായ പിന്നെ നമ്മൾ എവിടെ കണ്ടാലും വിടൂല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. അത്രക്കും ടേസ്റ്റിയാണ്. വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ എല്ലാവരും പപ്പായ കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. എന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് ഒരേപോലുള്ള കറികൾ ഉണ്ടാക്കണേക്കാളും നല്ലത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കും. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണും കൂടെ അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.